രാവിലെ എങ്ങോട്ടാ പായിച്ചു വിട്ടിരിക്കുന്നത്? ക്ലേ മോഡൽ ഉണ്ടാക്കാൻ കളിമണ്ണെടുക്കാൻ പോവുക. അതിനി പുറത്തുനിന്ന് എടുക്കുന്നത് എന്നാത്തിനാ? നിന്റെ തലയിലുണ്ടല്ലോടി. മനുഷ്യനെ ഇങ്ങനെ പോത്തു പോലെ കിടന്നുറങ്ങാതെ ആ പോലീസ് സ്റ്റേഷനിലോട്ട് ഒന്ന് ചെന്ന് SI ഒന്ന് കാണ്. എന്നാത്തിനാടി SI കാണുന്നത്? എന്റെ ആങ്ങളെ തല്ലി ആ പുലിമുട്ട കിട്ടിയില്ലേ, അവനിട്ട് പോലീസിനെ കൊണ്ട് 2 ഇടി ഇടിപ്പിക്കണം. ആ കുപ്പായം ഇങ്ങ് എടുത്തടി, ഇപ്പൊ തന്നെ പോയി കളയാം. ആ വെറും കൈയോടെ ചെല്ലണ്ട, SIക്ക് ഒരു കേക്ക് മേടിച്ചോണ്ട് കൊടുത്തിട്ട് കാര്യം പറ. കേക്ക് വാങ്ങി ഈ സഞ്ചിക്കകത്ത് ഇട്ടോണ്ട് വേണം പോവാന്. അസൂയക്കാര് കാണരുത്. ഈ കടലാസിൽ പൊതിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സഞ്ചിക്കകമെല്ലാം വൃത്തിയേടാകും. പുതിയാതെ സഞ്ചിക്കകത്തിട്ടോ വൃത്തിയേടാവുന്നത് ചെളിയായിരിക്കും. ചേട്ടൻ എങ്ങോട്ടാ ചേട്ടാ? ടൗണിലോട്ടൊന്ന് പോകുക. ചേട്ടാ മാറിക്കോ, കാക്ക ബോംബിടുന്നു. അയ്യേ, കുപ്പായം വൃത്തികേടായല്ലോടാ. ഇനിയിപ്പൊ എന്നാ ചെയ്യും? അപ്പുറത്തെ വീട്ടിൽ കിണറുണ്ട്, അവിടെ പോയി കഴുകാം. പട്ടണത്തിലൊക്കെ കാക്കയ്ക്ക് കാഷ്ടിക്കാൻ കക്കൂസുണ്ട്, പഞ്ചായത്തുകളിലും ഇനി വേണം. പട്ടണത്തിൽ കാക്കയ്ക്ക് കക്കൂസോ? അവള് ഗാന്ധി പ്രതിമയുടെ കാര്യമാ പറഞ്ഞത്. ദേ കാക്ക പിന്നെയും വരുന്നടാ. അടുത്ത പഞ്ചായത്ത് കൂടുമ്പോ കാക്കയ്ക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണം. അയ്യോ, കുഴപ്പമായെന്നാ തോന്നുന്നത്. ഒന്നാം തീയതി അല്ലേ, ഒരു സമ്മാനം. നല്ല മഴ, വായിലിട്ട് അലുത്തു പോകും. ഈ ചേറെല്ലാം പെരക്കകത്ത് നിർത്തിയേക്കരുത്, പറഞ്ഞേക്കാം. കേക്ക്. കർത്താവേ, അവിടുന്ന് പച്ചവെള്ളം വീഞ്ഞാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. അവിടേക്ക് എന്തും കഴിയും. മേരിക്കുട്ടിയെ, അവിടെ കർപ്പഞ്ഞൻ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചിങ്ങി എടുക്ക്. അതിയാന്റെ പുറം ഒന്ന് അനത്തി തരുമാനാ. നൊയമ്പ് വീടിയത് ഇന്നലെയല്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ? നിന്റെ അനുജത്തിയുടെ വീട്ടിൽ തന്നെ പോവാം. അവിടെ നോമ്പ് വീടിയതിന്റെ ബാക്കി കറികളൊക്കെ കാണും. പൂരാ തട്ടാം. അതിന് ഇന്നലത്തേതിന്റെ ബാക്കി കറികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെടി, പിന്നീടാന്നേലും നമുക്കത് തട്ടാവല്ലോ. ഒരു കണക്കിന് അതും ഒരു ബുദ്ധിയാ. 2 ദിവസമെങ്കിലും അവിടെ താമസിക്കണം. അവരൊക്കെ നോമ്പ് വിടുക എന്ന് പറഞ്ഞ എന്നാ? നമ്മളെപ്പോലെ താറാവും കോഴിയൊന്നും അല്ല, 7 കോഴ്സ് ഡിന്നറാ. ബോബാ, മോളി, ഒരുങ്ങിക്കോ, നമുക്ക് ഉടനെ പുറപ്പെടണം. എടാ, പോയി ടാക്സി വിളിച്ചോണ്ട് വാ, കാറെ തന്നെ പോയി കളയാം. ഹലോ, ഇതാരൊക്കെയാ? വരണം വരണം, ഹാപ്പി ഈസ്റ്റർ. ചേച്ചി ഇങ്ങോട്ട് കണ്ടേച്ച് ഒത്തിരി നാളായല്ലോ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. അതെങ്ങനാടി, വരാൻ എവിടാ സമയം? പിള്ളേരുടെ പപ്പായ്ക്ക് കേസോട് കേസ് തന്നെ, ഒന്ന് തിരിയാൻ കൂടി നേരമില്ല. അതിനിപ്പൊ കോടതി അടപ്പല്ലേ? അതുകൊണ്ടല്ലേ ഒന്ന് വരാൻ പറ്റിയേ. കോടതി അടയ്ക്കുന്നതും തുറക്കുന്നതും ചേട്ടൻ ഒരുപോലല്ലേ? നോയമ്പ് വീടിലൊക്കെ പൊടി പൊടിച്ചായിരുന്നോ? എന്നതൊക്കെ ഉണ്ടായിരുന്നു? നോയമ്പ് വീടലിന് 7 കോഴ്സ് ഡിന്നർ വേണമെന്ന് പിള്ളേർക്കൊരേ വാശിയായിരുന്നു. പിന്നെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങളും അങ്ങ് തീരുമാനിച്ചു. പോർക്കും താറാവും ടർക്കിയും ഒക്കെ ചേർന്ന് എനിക്കാണെ കഴിക്കാൻ വയ്യാണ്ടായി. ഇവിടെ അത് തന്നെ, നോമ്പ് വീടലിനെ ചേട്ടൻ ഒത്തിരി വലിച്ചു കയറ്റി. അത് കുഴപ്പമായി. എന്തു കുഴപ്പം? ചേട്ടന് ഷുഗർ അല്ലായിരുന്നോ, അത് കേറി അങ്ങ് കടുത്തു. അതുകൊണ്ട് ഇന്ന് ഞങ്ങള് ഗോതമ്പ് കഞ്ഞിയാ വെച്ചത്. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. എടീ, ഇവർക്ക് കഴിക്കാനെടുക്ക. കഴിക്ക്.
നിങ്ങളും കണ്ടവാനെ ഇറച്ചിയൊക്കെ കൂട്ടി മടുത്തിരിക്കുവല്ലയോ. ഗോതമ്പ് കഞ്ഞിയാ നല്ലത്. നല്ല പാവക്കാക്കറിയുണ്ട്. ഞാൻ ഒത്തിരി കഴിക്കുമെന്ന് മേടിച്ച് ഇവളിന്ന് പാവക്കാക്കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അല്ല, നോയമ്പ് വീടലിന്റെ കറികളൊക്കെ എന്നാ ചെയ്തു? അതൊന്നും ബാക്കിയിരിപ്പില്ലേ? വേലക്കാരി ഇല്ലാത്തോണ്ട് നോയമ്പ് വീടലിന് ഞങ്ങള് ഹോട്ടലിൽ പോയി. 7 കോഴ്സ് ഡിന്നറായിരുന്നു. എന്താ മോളി, എന്നാ പറ്റി? ഗോതമ്പ് അവൾക്ക് അലർജിയാ. വീട്ടിലാണെ ഇറച്ചി മീനും ചട്ടി നിറയെ ബാക്കിയിരിപ്പുണ്ട്. എനിക്കാണ് വിശന്നിട്ട് കൊടല് കരിയുന്നു. കർത്താവേ, ചതിച്ചു. ഇത് എത്ര നേരമായി ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? രാവിലെ കാപ്പി എടുക്കാൻ എത്ര നേരം വേണം? എനിക്ക് കോടതി പോകാൻ നേരമായി. ഞാൻ പശുവിനെ പുല്ല് പറിക്കാൻ പോയതായിരുന്നു, അതാ താമസിച്ചത്. രാവിലെ കോടതി പോകാനുള്ള തിരക്കിനിടയിലാ പശുവിന് തീറ്റ കൊടുക്കാൻ പോയേക്കുന്നത്. നിങ്ങൾ രാവിലെ കോടതിയിലേക്ക് കെട്ടിയെടുത്തിട്ട് എന്നാ കാര്യം? പശുവിന് തീറ്റ കൊടുത്താലേ പ്രയോജനമെങ്കിലും ഉണ്ട്. എടീ, തൊഴിലിനെ മാത്രം കുറ്റം പറയരുത്. ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് വെച്ച് ഇപ്പൊ എനിക്ക് പൂരാ കേസുകളാ, അറിയാവോ? പപ്പ, ക്രിസ്മസ് കേക്ക് മേടിക്കണം. കേക്ക് വാങ്ങാവല്ലോ. എത്ര കിലോയുടേതാ വാങ്ങേണ്ടത്? 1 കിലോയുടേത് വേണോ, 2 കിലോയുടേത് വേണോ, 3 കിലോയുടേത് വേണോ? 3 കിലോയുടേത് മതി. കേക്ക് മേടിക്കാൻ ഇനി കാശ് എവിടുന്ന് ഒപ്പിക്കും? ചേട്ടാ, ദാ ഈ പുസ്തകം എടുത്തോണ്ടേ 2 കിലോ കേക്ക് ഇങ്ങോട്ട് താ. വിലപിടിപ്പുള്ള നിയമപുസ്തകമാ. ഈ പുസ്തകത്തിന്റെ പേപ്പർ സാധനങ്ങൾ പൊതിയാൻ കൊള്ളുകല. ആ, ചേട്ടനിത് എവിടെ പോകുന്നു? കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? എന്താ പതിവില്ലാതെ? എന്നതാ വേണ്ടേ? ഓ, അങ്ങനെയൊന്നും വേണ്ട ചേട്ടാ. പിന്നെ എന്റെ ഒരു കക്ഷി കുറച്ച് കാശ് തരാനുള്ളതും കൊണ്ട് വരുമെന്ന് പറഞ്ഞത് കാത്തു നിൽക്കുമായിരുന്നു. 10-25,000 രൂപ വരും. പിന്നെ ചേട്ടാ, ഇപ്പൊ അത്യാവശ്യമായിട്ട് ചില സാധനങ്ങൾ വാങ്ങാൻ ഒരു 250 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. എടോ, കഴിഞ്ഞ ക്രിസ്മസിന് അരി മേടിക്കാനെന്നും പറഞ്ഞ് താൻ ഇതേപോലെ എന്നോട് കടം മേടിച്ചു മുങ്ങിയത് ഞാൻ മറന്നു പോയെന്ന് കരുതിയോ? ഹലോ, പത്ര ഓഫീസല്ലേ? ആ, ഒരു പ്രധാന വാർത്തയുണ്ട്. ഇവിടെ പട്ടണത്തിൽ കേക്ക് തിന്ന 2 കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. 5 പേര് ആശുപത്രിയിലായി. നഗരത്തിൽ കേക്ക് തിന്ന 4 കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. 12 കുട്ടികൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. ഈ സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി അഗാധമായ ഞെട്ടൽ പ്രകടിപ്പിച്ചു. പത്രക്കാരുടെ കൈ കിട്ടിയപ്പോ 2-4 കേക്കെന്ന് പറയുന്ന സാധനം മേലാ വീട്ടിൽ കയറ്റി പോകരുത്. എല്ലാത്തിനും വിഷമാ. ഒരാള് ഫോൺ ചെയ്ത് പറയുമായിരുന്നു. കൂടുതലായിരുന്നു എനിക്കറിയത്തില്ല. മന്ത്രി ഇരുത്തി പൊറപ്പിക്കുന്നില്ല. വിളിയോട് വിളി. സകല ബേക്കറികളിലെയും മുഴുവൻ ചരക്കും പൊക്കി ടെസ്റ്റ് അയക്കാൻ. പട്ടണത്തിലെ ബേക്കറി കടകളിൽ നിന്നും കേക്ക് വാങ്ങി ഭക്ഷിച്ച കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര കുത്തകകളുടെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകുമെന്ന സംശയവും മന്ത്രി പ്രകടിപ്പിച്ചു. അപ്പൊ നമുക്കിനി കേക്ക് തിന്നാലോ? ഹായ്. ആ, എങ്കിൽ കേക്കിന് ഇപ്പൊ വിലയും കുറഞ്ഞു കാണും. ഏയ്, റെയ്ഡ് നടന്നത് കാരണം ബേക്കറികളിലൊക്കെ സ്റ്റോക്ക് കുറവാ. അത് കാരണം ശേഷിക്കുന്ന കേക്കിന് 5 ഇരട്ടി വിലയാ.